കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ശേഷം വീഡിയോ കാണുന്ന കുറച്ചതാണ് കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. നമുക്ക് എണ്ണാം. എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അയ്യോ കത്തി മുറി. എണ്ണ 1 2 3 4 5. തമിഴിലും പറയാം. 1 2 3 4. എട്ടാമത്തെ തവണയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഇന്നലെ ഇ.ഡി. റെയ്ഡുമായി, പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പോകുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. എട്ടാമത്തെ തവണയാണ്. എന്തായിരിക്കാം മുഖ്യമന്ത്രി ഇത്രയും തവണ ഈ ഒരു വിഷയത്തിൽ മറുപടി പറയാതെ പോകുന്നതിന് കാരണം? 2-3 കാരണങ്ങൾ ഉണ്ടാകാം. പ്രധാനമായും ഒന്ന്, ഈ ഇ.ഡിയുടെ അന്വേഷണം ഒരുപക്ഷെ ഭരണപക്ഷത്തേക്ക് നീളും, അല്ലെങ്കിൽ ഒരുപക്ഷെ അല്ല, ഭരണപക്ഷത്തേക്കും നീളും. അത് മനസ്സിലായി. ഈ CMRLന്റെ ശശിധരൻ കർത്തായുടെ ഡയറി കുറിപ്പിൽ നിന്ന് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള നേതാക്കളുടെ പേരും കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഉണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? മറ്റൊന്ന്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ആ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർക്ക് നേരെയാണ് ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും വി ഡി സതീശൻ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു മറുപടി പോലും, ഒരു പ്രതികരണം പോലും നടത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.